നമസ്കാരം. ഓരോ വർഷവും അവസാനിക്കാറാവുമ്പോൾ ഏതാണ്ട് നവംബർ മാസത്തോടു കൂടിയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ലോക സമ്പന്നൻ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത്. ലോക കോടീശ്വരനെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഫോബ്സ് മാഗസിൻ ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും ആധികാരികമായ പ്രസ്ഥാനങ്ങളാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ഗവേഷണം നടത്തുകയും ഓരോ വർഷവും ലോക കോടീശ്വരൻ ആരാണ് എന്ന് നിശ്ചയിക്കുകയും ചെയ്യുന്നത്. ഇക്കുറിയും ഏതാണ്ട് 10ഓളം പേരുടെ പട്ടികയാണ് ഇപ്പോൾ ലോക കോടീശ്വരന്മാരായി പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ലാത്തൊരു കാര്യം, ഇതിലെ ആദ്യ പേരുകാരൻ ഇലോൺ മസ്ക് തന്നെയാണ്. ടെസ്ല സ്ഥാപകനായ അമേരിക്കയിലെ ഏറ്റവും പ്രമുഖനായ വ്യവസായിയായ ഇലോൺ മസ്ക് തന്നെയാണ് ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. $500 ബില്യൺ ആസ്തിയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും സ്വന്തമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയ്ക്ക് നിരവധി തിരിച്ചടികൾ നേരിട്ടു എങ്കിൽ പോലും ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് മസ്ക് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായൊക്കെ അദ്ദേഹം നിരന്തരം ഏറ്റുമുട്ടിയിരുന്നു ഈയിടെയായി. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആസ്തിക്ക് യാതൊരു തരത്തിലുമുള്ള കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ടെസ്ലയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തന്നെ ഒരുപാട് തിരിച്ചടികൾ മസ്കിന് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും ലോക കോടീശ്വരൻ സ്ഥാനത്ത് ഒന്നാമത് തന്നെ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ പട്ടികയിൽ ഉള്ളവർ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു കാലത്ത് ഒരാൾക്കുള്ള ആസ്തി, കെട്ടിടങ്ങൾ, മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ എണ്ണവും അതിൻ്റെ ആസ്തിയുമൊക്കെയാണ് കണക്കാക്കിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ഈ പട്ടികയിലുള്ള പലരും IT മേഖലയിൽ നിന്നുള്ളവരാണ്. വിവരസാങ്കേതിക വിദ്യ കൊണ്ട് കോടീശ്വരന്മാരായ വ്യക്തികളാണ് ഇവരിൽ പലരും. ഇവരുടെ പ്രധാന ആസ്തി എന്ന് പറയുന്നത് ഇവരുടെ ഈ IT സാമ്രാജ്യം തന്നെയാണ്. അതിൻ്റെ മൂല്യമെന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലും തോറും വൻതോതിൽ കൂടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. കാരണം ഇനിയുള്ള കാലത്ത് IT സഹായമില്ലാതെ നമുക്ക് ആർക്കും തന്നെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഇവിടെയാണ് ഇലോൺ മസ്കിനെ പോലെയുള്ള ലോക കോടീശ്വരന്മാർക്ക് അവർക്ക് ഒരുപാട് ഭാഗ്യം ഇവിടെ തെളിയുന്നത്. ടെസ്ലയിലും സ്പേസ് എക്സിലുമുള്ള അദ്ദേഹത്തിൻ്റെ ഓഹരികൾ തന്നെയാണ് അദ്ദേഹത്തെ ഒന്നാമനായി ഇപ്പോഴും നിലനിർത്തുന്നതെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ പട്ടികയിൽ ഉൾപ്പെട്ട കൂടുതൽ പേരും അമേരിക്കക്കാർ തന്നെയാണ്. ഇക്കൂട്ടത്തിൽ പെടാത്ത ഒരാൾ ഫ്രഞ്ചുകാരനായ ബെർണാഡ് അർണോൾഡാണ്. അദ്ദേഹം ഒരു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികൾ ഒരാളായി മാറിയിരിക്കുന്നു. ആദ്യത്തെ 10 പേര് ഒരാളായി മാറാൻ ഈ ഫ്രഞ്ചുകാരനും കഴിഞ്ഞിട്ടുണ്ട്. ലാറി എലിസൺ എന്ന ഓറക്കിളിൻ്റെ സ്ഥാപകനാണ് രണ്ടാമത് നിൽക്കുന്നത്. ഈ പട്ടികയിലെ പേരുകൾ പലതും നമുക്ക് വളരെ സുപരിചിതമായ ഒന്നാണ്. ഓറക്കിളിൻ്റെ സ്ഥാപകനായ ലാറ എലിസൺ, അതുപോലെ ജെഫ് ബെസോസ്, മറ്റൊരു പ്രമുഖൻ ലാറി പേജാണ്. അതുപോലെ നമുക്ക് ഏറെ സുപരിചിതനായ മറ്റു പേരാണ് മാർക്ക് സക്കർബർഗിനും വൻതോതിലുള്ള ആസ്തിയുണ്ട്. അപ്പോൾ ഏതായാലും ഈ 10 കോടീശ്വരന്മാരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഇപ്പോഴും ഇലോൺ മസ്കിന് ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കാൻ കഴിയുക എന്നുള്ള വളരെ അപൂർവ ഭാഗ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ നിരവധി ശതകോടീശ്വരന്മാർ ഉണ്ട് എങ്കിൽ പോലും അവരാരും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.